ഹായ് ഹലോ ഫ്രണ്ട്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവരും സുഖമായിരിക്കുന്നു അല്ലേ? നിങ്ങളെല്ലാവരും ഗാർഡനിങ്ങും പ്ലാന്റ്സ് കെയറൊക്കെ ഒരുപാട് ഇഷ്ടമുള്ള ആൾക്കാരാണെന്ന് എനിക്കറിയാം. അതുകൊണ്ട് തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. നമ്മൾ എല്ലാ ദിവസവും വീഡിയോ ഇടാറുണ്ട് കേട്ടോ. പ്ലാന്റ്സിൻ്റെ കെയർ ടിപ്സ്, നല്ല ഫെർട്ടിലൈസർ, ഗാർഡനിങ് ഐഡിയാസ്, അങ്ങനെ നമ്മൾ പ്ലാന്റ്സുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്രദമായ വീഡിയോകൾ എല്ലാ ദിവസവും നമ്മൾ ഇടാറുണ്ട്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം നമ്മൾ അതിന് റിപ്ലൈ ഇടുകയോ അല്ലെങ്കിൽ ആ കാര്യം പറഞ്ഞ് ഒരു വീഡിയോ തന്നെ ചെയ്യാറുണ്ട്. പിന്നെ ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നും ഞാൻ വന്നിട്ടുള്ളത് എൻ്റെ കുറച്ച് പ്ലാന്റ്സിലെ ഫ്ലവേഴ്സൊക്കെ കാണിച്ചു തരാം. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ആവശ്യമുള്ള ഏറ്റവും സിമ്പിളായിട്ട് നിങ്ങളുടെ വീട്ടിൽ നിറയെ പൂക്കൾ, എല്ലാവർക്കും ആഗ്രഹം എന്താ? ഇല കാണാതെ പൂക്കൾ, ചെടി നിറയെ പൂക്കൾ, അതേപോലെ ഇലകൾക്കൊക്കെ വരുന്ന എന്തെങ്കിലും അസുഖങ്ങളൊക്കെ എത്രയും പെട്ടെന്ന് ശരിയായി നല്ല ചെടികളായിട്ട് നിങ്ങളുടെ ഗാർഡൻ, നിങ്ങളുടെ വീടിന് തന്നെ നല്ല ഭംഗി കൊടുക്കണം എന്നാണ് എല്ലാവർക്കും ആഗ്രഹം. അപ്പോൾ ആ രീതിയിൽ നിങ്ങളുടെ ഗാർഡൻ സെറ്റ് ചെയ്യാനുള്ള ടിപ്സ് ആൻഡ് ട്രിക്സ് ആണ് നമ്മൾ ഏറ്റവും കൂടുതൽ പറഞ്ഞു കൊടുക്കുന്നത്. അപ്പോൾ ഇന്നും അതുപോലെ ഒരു ടിപ്പൊക്കെ ആയിട്ട് തന്നെയാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെ എല്ലാവരും ചോദിക്കുന്നുണ്ടായിരുന്നു ഈ ചകിരിച്ചോറില്ലേ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അത് ഓൾറെഡി ഞാനൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. എന്നിട്ടും അത് ഇപ്പോഴും അത് ചെയ്ത് കാണിക്കുമോ എന്ന് പറഞ്ഞ് വീഡിയോ മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ ചകിരിച്ചോറ് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്നുള്ളത്. അതല്ലെങ്കിൽ ഞാൻ ഈ വീഡിയോയുടെ ലാസ്റ്റ് എൻ്റെ സ്ക്രീനായിട്ട് കൊടുക്കാം, നിങ്ങൾ കാണും കേട്ടോ. അപ്പം നമ്മൾ ഓൾറെഡി ആ വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ളതാണ്, നിങ്ങൾ കാണാഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത് എന്താണെന്ന് വെച്ചാൽ കഞ്ഞിവെള്ളം എല്ലാവരുടെ വീട്ടിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഈ കഞ്ഞിവെള്ളം കൊണ്ട് നമുക്ക് നമ്മുടെ പ്ലാന്റ്സിൽ നിറയെ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കഞ്ഞിവെള്ളത്തിൻ്റെ അത്ര എഫക്റ്റീവായിട്ടുള്ള ഒരു കാര്യം ഇത്രയും ഒരു 5 പൈസ ചിലവില്ലാതെ നമുക്ക് പൂക്കൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഇത് കഞ്ഞിവെള്ളം മാത്രമാണുള്ളത്. ബാക്കി എന്ത് കാര്യം നമ്മൾ വാങ്ങുകയാണെങ്കിലും നമുക്കതിന് എക്സ്പെൻസ് ഉണ്ട്. പക്ഷേ നമുക്കൊരു 10 പൈസയുടെ എക്സ്പെൻസ് ഇല്ലാതെ നമുക്ക് കഞ്ഞിവെള്ളം വെച്ച് നമ്മുടെ പ്ലാന്റ്സ് നിറയെ പൂക്കൾ ഉണ്ടാക്കാൻ പറ്റും കേട്ടോ. കഞ്ഞിവെള്ളത്തിൽ നിറയെ പ്രോട്ടീൻസും പോഷകങ്ങളും ഉണ്ട് കേട്ടോ. അതിൽ കാർബോഹൈഡ്രേറ്റ് ഉണ്ട്, വിറ്റാമിൻ ഉണ്ട്, പൊട്ടാസ്യം ഉണ്ട്, കാൽസ്യം ഉണ്ട്, ഇരുമ്പുണ്ട്, സിങ്ക് ഉണ്ട്. ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ നമ്മുടെ ആരോഗ്യത്തിനും പ്ലാന്റ്സിൻ്റെ ആരോഗ്യത്തിനും വളരെ നല്ലതാണ് കേട്ടോ കഞ്ഞിവെള്ളം. പിന്നെ ഇത് ഇപ്പോൾ ചെടിക്ക് എന്തെങ്കിലും ഒരു തളർച്ച ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല പച്ചപ്പ് വരാൻ ഒക്കെ നമുക്ക് കഞ്ഞിവെള്ളം ഉപയോഗിക്കാം കേട്ടോ. പിന്നെ നമ്മൾ കഞ്ഞിവെള്ളം പ്ലാന്റ്സിന് കൊടുക്കുന്നത് കൊണ്ട് വേരുകൾ നല്ല ശക്തിയായിട്ട് സ്ട്രോങ് റൂട്ട്സ് നമ്മുടെ പ്ലാന്റ്സിന് വരും. അതുകൊണ്ട് തന്നെ നമ്മുടെ ലീവ്സൊക്കെ നല്ല ഹെൽത്തി ആയിരിക്കും. അപ്പോൾ അതുകൊണ്ടാണ് കഞ്ഞിവെള്ളം വെച്ചിട്ട് നല്ലൊരു ഫെർട്ടിലൈസർ ഉണ്ടാക്കാമെന്ന് ഞാൻ പറഞ്ഞത്. പിന്നെ നമ്മുടെ പൂക്കളൊക്കെ നിറയെ വരാനും പിന്നെ കീടങ്ങളുടെ ആക്രമണം കുറയാനും ഒക്കെ സഹായിക്കും കേട്ടോ ഈ കഞ്ഞിവെള്ളം. പിന്നെ നമ്മുടെ മണ്ണിൻ്റെ അമ്ലത്വം ഒരു ബാലൻസായി നിന്നിട്ട് അതിൻ്റെ pHൻ്റെ ഒക്കെ ഇത് നല്ല രീതിയിലാക്കാനാണ് കഞ്ഞിവെള്ളം ഉപയോഗിക്കുന്നത്. പിന്നെ ഇതൊരു കീടനാശിനിയായും പ്രവർത്തിക്കും, ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അങ്ങനെ എല്ലാ ഗുണങ്ങളും ഉള്ള നമ്മുടെ വീട്ടിൽ നിന്ന് 5 പൈസ ചിലവില്ലാതെ കിട്ടുന്ന കഞ്ഞിവെള്ളവും മഞ്ഞൾപ്പൊടിയും ചാരുമാണ് ഇന്നത്തെ താരങ്ങൾ കേട്ടോ. അപ്പം മഞ്ഞളുടെ ഗുണങ്ങളും നിങ്ങൾക്ക് അറിയാലോ അല്ലേ? അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. അതൊരു പ്രകൃതിദത്തമായ കീടനാശിനിയും ഒരു റൂട്ടിൻ്റെ ഹെൽത്തിനൊക്കെ വളരെ നല്ലതായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ. അപ്പം ഞാൻ ആദ്യം തന്നെ കഞ്ഞിവെള്ളം എടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നത് എന്തിനാ വെച്ചാൽ ചെടികളെ രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനൊക്കെയാണ് കേട്ടോ മഞ്ഞൾ ഇട്ട് കൊടുക്കുന്നത്. ഇനി ഞാൻ ഇട്ട് കൊടുക്കുന്നത് ചാരാണ്. ചാരത്തിൽ നിറയെ പൊട്ടാസ്യം, ഫോസ്ഫറസ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ ഒരു പൊട്ടാസ്യം ഫോസ്ഫറസും ഇതിൽ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് തന്നെ നിറയെ പൂക്കളുണ്ടാവും. കാരണം പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമുക്ക് പ്ലാന്റിന് വേണ്ടത് പൊട്ടാസ്യം ഫോസ്ഫറസിൻ്റെ ഒരു അമ്ലത്വം കുറയ്ക്കാനൊക്കെ ചാരത്തിനൊരു പ്രത്യേക കഴിവുണ്ട് കേട്ടോ. പിന്നെ ഈ ചാരും ഒരു കീടനാശിനിയായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ഇതാണ് കേട്ടോ. മണ്ണിലെ കുഞ്ഞു കുഞ്ഞു ജീവികളെയൊക്കെ പ്ലാന്റ്സ് നശിപ്പിക്കുന്ന ജീവികളെയൊക്കെ പ്രതിരോധിക്കാൻ നമുക്ക് നല്ലൊരു ഇതാണ് ചാരം. അപ്പം ഇത് 3ഉം കൂടിയുള്ള ഒരു ഫെർട്ടിലൈസറാണ് ഞാൻ ഉണ്ടാക്കുന്നത്. പിന്നെ ആദ്യമേ പറയാം, ഒരുപാട് ചാരം എല്ലാം നല്ലതാണ്, പക്ഷെ അമിതമായാൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇത് ഞാനൊരു 15 ലിറ്റർ വെള്ളത്തിലേക്കാണ് ഇത് ഉണ്ടാക്കുന്നത്. അപ്പം നിങ്ങൾ കുറച്ച് ചെടികൾക്കാണ് കൊടുക്കുന്നതെങ്കിൽ എത്ര കുറവ് ചാരം എടുക്കുന്നോ അത്രയും കുറവ് എടുക്കണം കേട്ടോ. വീഡിയോയിൽ കണ്ടിട്ട്
ഇതേപോലെ എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നിങ്ങളുടെ പ്ലാന്റ് മൊത്തം നശിച്ചു പോകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. എനിക്ക് 15 എൻ്റെ എല്ലാ പ്ലാന്റ്സിനും ഞാൻ കൊടുക്കാൻ മാത്രം ഞാൻ ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ. അപ്പൽപ്പൊടിയും ചാരമൊക്കെ കൂടി മിക്സ് ചെയ്തതിന് ശേഷം ഞാൻ 15 ലിറ്ററിൻ്റെ ബക്കറ്റാണിത്. അതിൽ നിറയെ വെള്ളം ആക്കുന്നുണ്ട്. ഒരു കാരണവശാലും കഞ്ഞിവെള്ളമൊന്നും ഡയറക്റ്റ് ഒഴിച്ച് കൊടുക്കാനേ പാടില്ല. ഡയറക്റ്റ് ഒഴിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ വേരിൻ്റെ വളർച്ചനെ നശിപ്പിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. കഞ്ഞിവെള്ളത്തിനൊക്കെ ഒരു കട്ടിയല്ലേ, പിന്നെ മണ്ണിന് ശ്വാസം കിട്ടാതെ ഇപ്പോൾ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഞാൻ പറഞ്ഞു തരുന്ന ഫെർട്ടിലൈസർ എല്ലാം ഞാൻ പറയുന്നത് പോലെ തന്നെ ഉപയോഗിക്കുക കേട്ടോ. കഴിഞ്ഞ ദിവസം ഞാൻ ജാക്ക് ഫ്രൂട്ടിൻ്റെ ലീഫിൻ്റെ ഒരു ഫെർട്ടിലൈസർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ കമൻറ്റ് വന്നു, അതെന്തിനാ ഇങ്ങനെ വെട്ടി ആക്കുന്നത്, അത് മിക്സിയിൽ അടിച്ചാൽ പോരെയെന്ന്. ദയവ് ചെയ്ത് നിങ്ങൾ മിക്സിയിൽ അടിക്കാതിരിക്കുക. നിങ്ങളുടെ ഈ ലീഫിലൊക്കെ നിറയെ ഒരു എന്താ അതിന് പറയുക, ഒരു പശപശപ്പ് ഉണ്ടാവും. അപ്പോൾ അത് നമ്മുടെ മിക്സിക്ക് നല്ലതല്ല. പിന്നെയും നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കേണ്ട കാര്യമില്ല മിക്സിയൊക്കെ. അപ്പം ഞാൻ പറയുന്നത് മനസ്സിലാക്കി നിങ്ങൾ അതുപോലെ തന്നെ ചെയ്യുക കേട്ടോ. നിങ്ങളുടെ പ്ലാന്റ്സിൻ്റെ ഹെൽത്തി പ്ലാന്റ്സ് ആയിരിക്കാനല്ലേ ഞാൻ ഇതൊക്കെ പറഞ്ഞു തരുന്നത്. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ ഫോളോ ചെയ്യുക കേട്ടോ. ചില ലീവ്സ് വിഷമുള്ളതൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനത്തെ ഉള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഭക്ഷണത്തിന് ഉപയോഗിക്കുന്ന പാത്രങ്ങളൊന്നും വെച്ച് എടുക്കാതിരിക്കാനൊക്കെ കൂടി വേണ്ടിയിട്ടാണ്. പ്ലാവിലയിൽ വിഷമില്ല, എന്നിരുന്നാൽ പോലും അതിൽ കുറച്ചൊരു സംഭവം ഉണ്ട് അതിൻ്റെ ലീഫിലൊക്കെ. അപ്പോൾ അതൊന്നും നല്ലതല്ല. അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെയൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ നിങ്ങൾ ഫോളോ ചെയ്യുക കേട്ടോ. അപ്പം ഇത് നമ്മളെ പ്ലാന്റ്സിനൊക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. നല്ല രീതിയിൽ ഇനി നമ്മുടെ പ്ലാന്റ്സ് വരും. നമ്മുടെ പൂക്കളിടുന്ന പ്ലാന്റ്സിനും ഇലകൾ മാത്രമുള്ള പ്ലാന്റ്സിനും പച്ചക്കറികൾക്കും ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു അടിപൊളി ഫെർട്ടിലൈസറാണ് കേട്ടോ ഇത്. ഇപ്പം മഞ്ഞൾ എന്നൊക്കെ പറഞ്ഞ ഒരു പ്രകൃതിദത്തമായ കീടനാശിനിയാണ്. അപ്പോൾ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. മഞ്ഞൾ ഒരു ആൻറ്റി ഫംഗണൽ ആൻറ്റി ബാക്ടീരിയൽ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ മണ്ണിന് ആവശ്യമില്ലാത്ത സൂക്ഷ്മാണുക്കളൊക്കെ നിയന്ത്രിച്ച് നല്ലൊരു മണ്ണാക്കാനൊക്കെ മഞ്ഞളിൽ കഴിയും കേട്ടോ. പിന്നെ പ്ലാന്റ്സിൻ്റെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കും. പിന്നെ ലീവ്സിനൊക്കെ ഒരു തിളക്കം, എന്താ വെച്ചാൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട് ഈ മഞ്ഞളിൽ. അപ്പം ലീവ്സിനൊക്കെ ഒരു തിളക്കം കിട്ടും കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു ഫെർട്ടിലൈസർ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നല്ലൊരു ഫെർട്ടിലൈസറാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ലിറ്റർ വെള്ളത്തിലേക്കൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ 1 ലിറ്റർ കഞ്ഞിവെള്ളമാണ് ഉള്ളതെങ്കിൽ 1 സ്പൂൺ ചാരം, അതിൽ കൂടുതൽ എടുക്കരുത്. 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ആ ഒരു കണക്കിലാണ് കേട്ടോ എടുക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഈ കൊടുക്കുന്ന ഫെർട്ടിലൈസർ നമുക്ക് നിറയെ പൂക്കൾ ഉണ്ടാക്കാൻ സഹായിക്കും. പിന്നെ നമ്മുടെ പൂക്കൾ കുറേ ദിവസം നിൽക്കാൻ, ഇപ്പോൾ റോസൊക്കെ ചില ആൾക്കാരത് പെട്ടെന്ന് കൊഴിഞ്ഞു പോയില്ലേ. അപ്പോൾ ഈ ഒരു വളം കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ റോസ് കുറേ ദിവസം നിൽക്കുക കേട്ടോ. പിന്നെ ഈ മഞ്ഞൾപ്പൊടി നമ്മൾ ഇതിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഇതൊരു ആൻറ്റി ഫംഗണലായി പ്രവർത്തിക്കുന്നതുകൊണ്ട് തന്നെ ഫംഗസിനൊന്നും വരാതെ നമ്മളെ പ്ലാന്റ്സിനെ നല്ല രീതിയിൽ ഹെൽത്തി ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇതൊരു പച്ചക്കറിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഫെർട്ടിലൈസറാണ്. പച്ചക്കറിയിലൊക്കെ നിറയെ പച്ചക്കറി ഉണ്ടാവാം, ഇത് നല്ലതാണ് കേട്ടോ. പിന്നെ ഒരു കാര്യം പറയാം, നിങ്ങളുടെ പൂക്കളുണ്ടാകുന്ന ഓൾമോസ്റ്റ് എല്ലാ ചെടിക്കും ഒരു 4 മുതൽ 6 മണിക്കൂർ വരെ വെയിൽ ആവശ്യമാണ്. ഓൾമോസ്റ്റ് എല്ലാ പൂക്കളും നിറയെ ഉണ്ടാവണമെങ്കിൽ വെയിൽ ആവശ്യമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഒരു ഡയറക്റ്റ് സൺലൈറ്റ് അല്ല, ഒരു ഇൻഡയറക്റ്റ് സൺലൈറ്റ് കിട്ടുന്നിടത്തേക്ക് പൂക്കളിടുന്ന എല്ലാ ചെടികളും മാറ്റി വെക്കുക. എന്നിട്ട് അത് കരിഞ്ഞു പോകുന്നുണ്ട് തോന്നിയാൽ അത്ര വെയിൽ വേണ്ടാന്ന് മനസ്സിലാക്കി മാറി മാറി വെച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ പിന്നെ പൂക്കളുണ്ടാകുന്ന ചെടിക്ക് ഈ ഫെർട്ടിലൈസർ കൂടാതെ നിങ്ങൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്ന കമ്പോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ അത് ഇട്ട് കൊടുക്കുക. പിന്നെ നിങ്ങൾ ചാണകപ്പൊടി ഇട്ട് കൊടുക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ. അപ്പം പിന്നെ റോസിനൊക്കെ ആണെങ്കിൽ നമ്മൾ പ്രൂണിങ് ചെയ്ത് കൊടുക്കണം കേട്ടോ. പ്രൂണിങ് ചെയ്ത് കൊടുത്താൽ മാത്രമാണ് നിറയെ പൂക്കളുണ്ടാവുന്നത്. അപ്പം ഈ ഒരു ഫെർട്ടിലൈസർ നിങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ ചെടികളുടെ പ്രതിരോധശേഷി കൂടും, മണ്ണിൻ്റെ അമ്ലത്വം കൂടും, കീടനാശിനിയായി പ്രവർത്തിക്കും. അങ്ങനെ നല്ലൊരു പ്ലാന്റായിട്ട് നമ്മുടെ പ്ലാന്റിനെ മാറ്റി നമ്മുടെ പ്ലാന്റ് നിറയെ പൂക്കളുണ്ടാവും കേട്ടോ. അപ്പം നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നമ്മുടെ എല്ലാവരുടെ വീട്ടിലും കഞ്ഞിവെള്ളം ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫെർട്ടിലൈസറാണിത്. അപ്പം നമ്മുടെ ചാനലിൽ ഒരുപാട് പ്ലാന്റ്സുമായി ബന്ധപ്പെട്ടതും റോസിൻ്റെയും ലക്കി ബാമ്പുവിൻ്റെയും ഒക്കെ ലക്ക് നിങ്ങളുടെ വീട്ടിലേക്ക് എങ്ങനെ ഈ വർഷം കൊണ്ടുവരുന്നൊക്കെ ഉള്ള വീഡിയോ നമ്മുടെ ചാനലിലുണ്ട്. ജമന്തിപ്പൂക്കൾ സെർച്ച് ചെയ്ത് റോസിൻ്റെ എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ നോക്കാനുണ്ടെങ്കിൽ ക്ലിയർ ചെയ്യുക കേട്ടോ. നിങ്ങൾ ചാനലിൽ കയറി കണ്ടാൽ മതി വീഡിയോസൊക്കെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരാം. ബൈ ബൈ.